ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് തന്നെ ഇന്ന് വരാനിരിക്കുന്ന നമ്മുടെ മഴതോരും മുമ്പേ സീരിയലിൻ്റെ എപ്പിസോഡ് ഫുൾ റിവ്യൂ ഒന്ന് കേട്ട് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ ബാലചന്ദ്രനും അലീനയും നമ്മുടെ രോഹിത്തിന് ജാമ്യം കിട്ടുമോ എന്നുള്ള ഒരു ടെൻഷനിൽ അവർ ചെന്നു. അവസാനം നമ്മുടെ ശരണ്യ കോടതിയിലെത്തി ഉള്ള സത്യങ്ങൾ തുറന്ന് പറഞ്ഞതിൻ്റെ പേരിൽ നമ്മുടെ രോഹിത്തിന് ജാമ്യം കിട്ടുകയാണ് അല്ലേ. എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവാണ്. പക്ഷേ ഇതിൻ്റെ പേരിൽ നമ്മുടെ ശരണ്യ അനുഭവിക്കേണ്ടി വന്ന സംഘടനക്കാരുടെയും നാട്ടുകാരുടെയും കുടുംബക്കാരുടെയും സ്വന്തം വീട്ടിൽ അച്ഛൻ്റെയും അമ്മയുടെയും കൂടപ്പിറപ്പുകളുടെ പോലും ആ ഒരു ശകാരവും കുറ്റപ്പെടുത്തലുകളും കേട്ട് ആ കുട്ടി വീർപ്പ് മുട്ടാണ്. കാര്യം എന്ന് വെച്ചാൽ സ്വന്തം മനസാക്ഷിക്ക് ശരി എന്ന് തോന്നിയ കാര്യം മാത്രമാണ് ആ കുട്ടി ചെയ്തത്. അങ്ങനെ ഒരു തോന്നൽ ആ കുട്ടിയുടെ ഉള്ളിൽ ഉണ്ടാക്കിയത് 2-3 ദിവസം കൊണ്ട് അലീനയുടെ ആ ഒരു സാമീപ്യവും പെരുമാറ്റവും സംസാരവും അവളുടെ മനസ്സിന് തുറപ്പിക്കുകയാണ്. ഉള്ളു തുറന്ന് അവൾക്ക് ആ ഒരു സത്യം ലോകത്തോട് വിളിച്ചു പറയാൻ തോന്നി. കാരണം ഒന്നും അറിയാതെ ഒരു കെണിയിൽ പെട്ട അവസ്ഥ തന്നെയാണ് രോഹിത്തിനും സംഭവിച്ചത്. അപ്പം ശരണ്യെ പോലെ തന്നെ അതേ ഒരു അവസ്ഥയിൽ പെട്ട ഒരാളാണ് രോഹിത്ത് എന്ന് ശരണ്യയ്ക്ക് മനസ്സിലാവുകയും ആ പേരിൽ ഇനി താൻ എന്തായാലും തൻ്റെ ജീവിതം ഇങ്ങനെയായി, പക്ഷെ അതിൻ്റെ പേരിൽ അയാളെങ്കിലും ഇനി ജീവിത വർഷാനുവർഷം ഈ ഒരു ശിക്ഷ അനുഭവിക്കണ്ടല്ലോ. അപ്പോൾ അത് കരുതി ആ കുട്ടിയുടെ മനസാക്ഷിക്ക് ശരി എന്ന് തോന്നിയത് ആ കുട്ടി ചെയ്തു. പക്ഷേ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആ കുട്ടി പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നു കേട്ടോ. അത് നമ്മുടെ അലീനയ്ക്ക് അറിയായിരുന്നു. അലീനയ്ക്ക് ഒരു നോക്ക് പോയി ആ കുട്ടിയെ ഒന്ന് സമാധാനിപ്പിക്കണം, ആശ്വസിപ്പിക്കണം, നന്ദി വാക്ക് പറയണം ശരണ്യയോട്. പക്ഷെ അതിനുള്ള അവസരം ഇപ്പം തന്നെ ഉണ്ടാവില്ല എന്നുള്ളത് അലീനയ്ക്ക് നന്നായിട്ടറിയാം. അങ്ങനെ നമ്മുടെ ഇന്ന് വരാനിരിക്കുന്ന ആ ഒരു ഫുൾ എപ്പിസോഡ് റിവ്യൂ ആണ്. എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് ഹൈപ്പ് ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് തന്നെ ഇന്നത്തെ പ്രൊമോയിലോട്ട് കിടക്കാം. അങ്ങനെ ശരണ്യെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴേക്കും ഗോപനും അതുപോലെ അച്ഛനും അമ്മയും ഒക്കെ ശകാരിക്കുകയാണ് കേട്ടോ ശരണ്യനെ. ഇനി ഗോപൻ പറയുന്നുണ്ട്, ഇനി കേൾക്കാം നാട്ടുകാരുടെയും മറ്റ് സംഘടനക്കാരുടെയും മറ്റ് പോലീസുകാരുടെ ഒരാക്കിടെ പോലും ഒരു സപ്പോർട്ട് ഇനി നമുക്കുണ്ടാവില്ല. കാരണം അവർക്കെതിരായാണ് നീ ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? നിന്നോട് ആവർത്തിച്ച് ഞങ്ങൾ പറഞ്ഞതല്ലേ. അമ്മയും തുടങ്ങി. അങ്ങനെ ശരണ്യ എല്ലാം കേട്ടിരുന്നിട്ട് അവസാനം പറഞ്ഞു, ഓഹോ, അപ്പോൾ ഞാൻ പറഞ്ഞതിലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കുറ്റബോധം. എന്നെപ്പോലെ ഒന്നും അറിയാണ്ട് ഒരു കെണിയിൽപ്പെട്ട വ്യക്തി തന്നെയാണ് രോഹിത്ത്. എനിക്കൊരിക്കലും പറ്റില്ല. കാരണം എൻ്റെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നിയത് മാത്രമാണ് ഞാൻ ചെയ്തത്. ഞാൻ ആ തെറ്റ് ചെയ്യാത്ത ആളെ കൂടെ തെറ്റുകാരനാക്കി ഒരു നിരപരാധിയെ കൂടെ ജയിൽ ശിക്ഷ അനുഭവിപ്പിക്കണം എന്നുള്ളതാണോ നിങ്ങൾ പറയണത്? അതായത് ഒരു ഞാൻ പെട്ട അവസ്ഥ തന്നെയാണ് രോഹിത്തിന് സംഭവിച്ചിരിക്കുന്നത്. അയാളും ഈ ശിക്ഷ ചെയ്യാണ്ട് അനുഭവിക്കണമെന്നാണോ നിങ്ങൾ പറയണത്? അപ്പോൾ അതിനൊന്നും ഗോപനും അച്ഛനും അമ്മയ്ക്കും ഒന്നും തന്നെ മറുപടി ഇല്ലായിരുന്നു. ശരണ്യയ്ക്ക് ആകെ ശരണ്യ വായത്തൊന്നൊക്കെ പറയാണ്. കാര്യം എന്ന് വെച്ചാൽ എനിക്കൊരിക്കലും പറ്റില്ല. നിങ്ങൾ പറയണ പോലെ മറ്റുള്ളവർ പറയുന്ന പോലെ ഒന്നും ചെയ്യാൻ എനിക്ക് പറ്റില്ല. എനിക്കത് പറയാനും സാധിക്കില്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ എന്ന് ശരണ്യ പറഞ്ഞു. പിന്നെ അവർക്കൊന്നും പറയാനുള്ള ഓപ്ഷനില്ല. അച്ഛൻ എഴുന്നേറ്റ് പോയി, ഗോപൻ പോയി. അപ്പോൾ ശരണ്യ പറഞ്ഞു, എനിക്കൊന്ന് മൊബൈൽ തരാമോ, എനിക്കൊരു കോള് ചെയ്യണം. അങ്ങനെ ശരണ്യയ്ക്ക് മൊബൈൽ കൊടുക്കുകയാണ് കേട്ടോ. ഗോപനാണെന്ന് കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ ശരണ്യ നമ്മുടെ അലീനയെ വിളിക്കണം. ഇതേ സമയം അലീനയും നമ്മുടെ ഭവിതയല്ല കൃഷ്ണമോളും കൂടെ ശരണ്യയുടെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഇങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ, രോഹിത്തിന് നിരപരാധിയാണെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ശരണ്യ എന്തെല്ലാം അനുഭവിക്കേണ്ടി വരും എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ അവർ ഇതായിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്ത് ആണ് അലീനയുടെ ഫോണിൽ ഒരു കോള് കയറി വരുന്നത്. അപ്പം നമ്മുടെ കൃഷ്ണമോള് ഫോൺ എടുത്തുകൊണ്ടൊന്ന് അലീനയുടെ കൈ കൊടുക്കണം. അപ്പോൾ അലീന ഹലോ പറയുന്നുണ്ട്. അപ്പം നോക്കിയപ്പോൾ ശരണ്യാണ്. അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാവാണ്. പറ മോളെ, എന്താ മോളെ വിശേഷം? നിൻ്റെ കാര്യം ഞാനും കൃഷ്ണമോളും കൂടെ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. മോളെ, നീ ഓക്കെ അല്ലേടാ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ പറഞ്ഞ അലീന ചേച്ചി കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പറയുന്നുണ്ട്, ഇവിടെ ഞാൻ ആ മൊഴി മാറ്റി പറഞ്ഞതിൻ്റെ പേരിൽ അച്ഛനും അമ്മയും കുറേ ആൾക്കാരൊക്കെ എന്നെ താക്കീത് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് അലീന ചേച്ചി കോടതിയിൽ എത്തുന്നവരെ എനിക്ക് എൻ്റെ കൂടെ ഇവരൊക്കെ പറഞ്ഞു തന്ന പല കാര്യങ്ങൾ ഇങ്ങനെ പറയാവോ, മാറ്റി പറയരുത് എന്ന് എന്നോട് പറഞ്ഞുവെങ്കിലും അലീന ചേച്ചി കോടതിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം ഞാൻ എൻ്റെ മനസ്സിൽ അലീന ചേച്ചിയുടെ രൂപം ഓർത്തു.
എൻ്റെ അലീന ചേച്ചി പറഞ്ഞ കാര്യം നിൻ്റെ മനസാക്ഷിക്ക് ശരി എന്ന് തോന്നുന്നത് മാത്രമേ മോളെ നീ ചെയ്യാവൂ എന്നുള്ളതാണ്. ഞാൻ വേറൊന്നും ചിന്തിച്ചില്ല അലീന ചേച്ചി. പിന്നെ ഞങ്ങളെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ കോടതിയിൽ കയറി നടന്ന സംഭവം സത്യമായിട്ട് തന്നെ ഞാൻ പറഞ്ഞു. മോളെ നീ അതിൽ മറ്റുള്ളവർ കുറ്റപ്പെടുത്തിയെന്നോർത്ത് നീ സങ്കടപ്പെടേണ്ട, നീ ചെയ്തതാണ് മോളെ ശരിയെന്ന് അലീന പറയുകയാണ്. ചേച്ചി ഈ അടുത്ത സമയത്തൊന്നും ഇങ്ങോട്ട് വരരുത്, കാരണം ഈ പറഞ്ഞതിൻ്റെ പേരിൽ എല്ലാവർക്കും ചേച്ചിയോടൊരു ദേഷ്യമുണ്ടാവും. അപ്പോൾ ആദ്യത്തേനേക്കാളിലും ചിലപ്പം മോശം രീതിയിലൊക്കെ ഇവർ പെരുമാറും. അത് സാരമില്ല മോളെ, അലീന ചേച്ചി എപ്പോഴൊക്കെ എൻ്റെ ഈ നമ്പറിൽ വിളിക്കണം, ഞാനും തിരിച്ച് വിളിച്ചോളാം എന്ന് പറയുന്നുണ്ട്. ഓക്കെ മോളെ ആയിക്കോട്ടെ, എനിക്ക് നിന്നെ എപ്പോഴും ഞാൻ ഓർക്കും മോളെ. എൻ്റെ രേവതിക്കുട്ടിയും നീയും എനിക്ക് ഒരുപോലെ തന്നെയാണ്, അവളെ ഓർക്കുന്ന പോലെ ഞാൻ നിന്നെ ഓർക്കും. മോൾ ഒട്ടും പ്രയാസപ്പെടരുത്. ഇല്ല ചേച്ചി, എനിക്കിപ്പോൾ നല്ല കോൺഫിഡൻ്റ് ഉണ്ട്. എൻ്റെ സ്വപ്നങ്ങളുമായിട്ട് എനിക്ക് മുന്നോട്ട് പോകാനും എൻ്റെ ജീവിതം നല്ല രീതിയിൽ തന്നെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും. ഞാൻ ഒരിക്കലും മറ്റുള്ളവരുടെ മുമ്പിൽ എൻ്റെ ജീവിതം ഞാൻ അടിയറ വയ്ക്കത്തില്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളെ ചെയ്യും. അതേ മോളെ, അങ്ങനെ മാത്രം നീ ചിന്തിക്കുക, നിനക്ക് നല്ലത് മാത്രമേ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അലീന ശരണ്യേനെ നന്നായിട്ട് ഉപദേശിച്ച് നല്ലൊരു ധൈര്യം മനസ്സിന് കൊടുക്കുകയാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ ബബിത വൈജയന്തിയെ വിളിക്കുകയാണ്. വൈജയന്തി ഇങ്ങനെ ഹോസ്പിറ്റലിൽ ആലോചിച്ച് കിടക്കുകയാണ്, മോൻ ജാമ്യം കിട്ടിയൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മുടെ ബബിത വിളിച്ചിട്ട് പറയുന്നു, അമ്മേ അറിഞ്ഞായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. എന്തറിഞ്ഞു എന്ന്. അപ്പോൾ നമ്മുടെ ബബിത പറഞ്ഞു, അമ്മേ രോഹിതേട്ടന് ജാമ്യം കിട്ടി. ജാമ്യം കിട്ടിയോ? അതേ അമ്മയെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അത് ആര് കാരണമെന്നൊന്നും ബബിത പറഞ്ഞ് സപ്പോർട്ട് ചെയ്യില്ലല്ലോ. അപ്പോൾ വൈജയന്തി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വൈജയന്തിയുടെ പ്രാർത്ഥനയുടെയും പിന്നെ വഴിപാടിൻ്റെയൊക്കെ ഫലം കൊണ്ടാണ് തൻ്റെ മോന് കിട്ടിയെന്നും പിന്നെ ഹരിക്ക് കിട്ടിയിട്ടില്ലല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ഞൊടുപ്പ് കമലകേട്ടത്തേക്ക് ഇനി ഉണ്ടാവുമെന്നൊക്കെ പറഞ്ഞ് അമ്മയും മോളും കൂടെ സംസാരിക്കുകയാണ്. എൻ്റെ ബബിത പറയുന്നുണ്ട്, ആരൊക്കെയാണ് കോടതി പോയി? അത് അച്ഛനും അവളും പോയെന്ന് പറഞ്ഞു. ആര്? അലീനെ. ഓ, അവളെയും കൊണ്ടാണല്ലോ നടക്കണം. എവിടെന്നോ കയറി വന്നവളെയും കൊണ്ട് നാട്ടുകാർ കാണി നടന്നോളും. ഒരു നാണോ ഇല്ലല്ലോ നിൻ്റെ അച്ഛനെന്ന് പറഞ്ഞിട്ട് വൈജയന്തി പറയുകയാണ്. അന്ന് എറണാകുളത്ത് പോയപ്പോഴും അവളെയും കൂട്ടി അമ്മയെ പോയത് ബബിത പറയുകയാണ്. കാര്യം ആ DYSPയെ കാണാൻ പോയത്. പിന്നെ ഇയാൾ എന്തിനാണ് എല്ലായിടം പോകുമ്പോഴും പോണത്? അപ്പോൾ രോഹിതിനെ വീട്ടിൽ കൊണ്ടുവന്നോ മോളേന്ന് വൈജയ് ചോദിക്കുന്നുണ്ട്. ഇല്ല അമ്മേ, അതിനിപ്പോൾ കുറച്ച് ഫോർമാലിറ്റീസും കൂടെ ഉണ്ടല്ലോ. ഇനിയിപ്പോൾ നാളെ കോടതിയിൽ നിന്ന് കൊണ്ടുവരണമല്ലോ, അപ്പോൾ നാളത്തേക്കേ കൊണ്ടുവരുള്ളൂ. മോളെ, അവനെ കൊണ്ടുവരുമ്പോൾ നീ ആശുപത്രിയിൽ കൂടെ കൊണ്ടുവന്നിട്ട് അമ്മ എന്താ ഈ പറയണേ? രോഹിതേട്ട അല്ലെങ്കിൽ തന്നെ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലായിരിക്കുക. ആ അവസരത്തിൽ അമ്മയുടെ അടുത്തും കൂടെ കൊണ്ടുവന്നിട്ട് അമ്മ ഒന്നും ഉണ്ടായിരുന്നേ. അതിനെന്താടി കൊണ്ടുപാടി, എല്ലാവരും കാണണ്ടടി, എൻ്റെ മകൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്. ഇവിടെ ഉള്ളവന്മാർക്കൊക്കെ എന്നെ കുറ്റപ്പെടുത്തലിനും വല്ലാത്തൊരു നോട്ടവും ദേഷ്യവും ഒക്കെ ഉണ്ട്. അതൊക്കെ അങ്ങോട്ടൊന്ന് തീരട്ടെ, നോക്കാം. പിന്നെ അവനെ കൊണ്ടുവരാൻ പോകുമ്പോഴത്തേക്ക് അവളെ കൊണ്ടുപോകരുത്, നീ പ്രത്യേകം ശ്രദ്ധിച്ചോണം. അതിന് എന്നെ അച്ഛൻ കൊണ്ടുപോകും അമ്മേ എന്നിങ്ങനെ ബബിത പറഞ്ഞു. അതെ, നീ ചോദിക്കാനൊന്നും നിൽക്കണ്ട, നീ ഡ്രസ്സ് ചെയ്ത് നേരെ അങ്ങ് കാറിലോട്ട് ചാടി കയറിയാൽ മതിയെന്ന് വൈജ പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ നോക്കാം എന്ന് പറഞ്ഞിട്ട് അവർ ഫോൺ വയ്ക്കണം. അപ്പോൾ വൈജ പറയുന്നുണ്ട്, ഞാനൊന്ന് കമലേട്ടത്തിയെ കൂടെ ഒന്ന് വിളിക്കട്ടെ, കുരു പൊട്ടിയിരിക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞ് ഭയങ്കര ഒരിതിൽ വിളിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതേ സമയം നമ്മുടെ മനു മുത്തശ്ശിയുടെ റൂമിലോട്ട് ചെല്ലണം. മുത്തശ്ശിയാണെങ്കിൽ എന്താണ് വെളിയിലത്തെ വിവരങ്ങളെന്നോ ഒന്നും അറിയാണ്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയല്ലേ. അപ്പോൾ കാര്യങ്ങളൊക്കെ മുത്തശ്ശിയോട് പറയണേ, എടാ മോനെ വാടാ, നിന്നെ നോക്കി ഞാൻ എത്ര നേരമായിട്ടിരിക്കുന്നു, വണ്ടികൾ പോവുകയും വരികയും ചെയ്യണം, ഒച്ച മാത്രമുണ്ട്. എന്തായി നമ്മുടെ മക്കൾ, എന്തായി? ഹരി ഇറങ്ങിയോടാ? ഹരിക്ക് ജാമ്യം കിട്ടിയില്ലമ്മേ. അവൻ്റെ പല കേസുകളും പഴയ കേസുകളും ഒക്കെ കോടതി കുറ്റപ്പെടുത്തുകയും പിന്നെ ആ കുട്ടി ഐഡൻറ്റിഫിക്കേഷനിലും ഹരി ഒന്നാം പ്രതിയായിട്ടൊക്കെ നിൽക്കുകയല്ലേ, അതുകൊണ്ട് അവന് ജാമ്യം കിട്ടിയില്ല മുത്തശ്ശി എന്ന് പറഞ്ഞു. അപ്പോഴും മുത്തശ്ശിക്ക് ഭയങ്കര സങ്കടമാണ്. അപ്പം നമ്മുടെ മനു ചോദിച്ചു, മുത്തശ്ശി ഹരിയുടെ കാര്യം മാത്രമേ ചോദിക്കുന്നുള്ളൂ, ഒരു ചെറുമകൻ കൂടെ ഉണ്ടായിരുന്നല്ലോ, അവൻ്റെ കാര്യം ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ, ഹരിക്ക് കിട്ടിയില്ലെങ്കിൽ എന്തായാലും അവനും കിട്ടത്തില്ലല്ലോടാ മനുവെന്ന് മുത്തശ്ശി പറഞ്ഞു. അവിടെ മുത്തശ്ശിക്ക് തെറ്റിപ്പോയി. കാരണം രോഹിത്തിന് ജാമ്യം കിട്ടി. എന്ത്? രോഹിത്തിന് ജാമ്യം കിട്ടിയോ? അതെങ്ങനെയാടാ മോനെ? ഇതേ കേസിൽ തന്നെയല്ലേ രോഹിത്തിനെയും അറസ്റ്റ് ചെയ്തത്, പിന്നെ എങ്ങനെ അവന് ജാമ്യം കിട്ടി? അമ്മ, അവൻ ആ പെൺകുട്ടിയെ, മുത്തശ്ശി, അവൻ ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ടില്ല എന്ന പെൺകുട്ടി കോടതിയിൽ മൊഴി കൊടുത്തു. അപ്പോൾ ആദ്യ പ്രാവശ്യം ഈ പെൺകുട്ടിയെ പോലീസുകാരെ നിർബന്ധിപ്പിച്ചാണ് 4 പേരുടെയും കൂടെ പേര് ചേർത്തത്. പക്ഷേ പിന്നെ ആ കുട്ടി ഓക്കെ ആയി കഴിഞ്ഞപ്പോൾ, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് കോടതിയിൽ അവർ ആ പെൺകുട്ടി പറഞ്ഞ മൊഴി വിലയിരുത്തുകയും ജഡ്ജി അതനുസരിച്ച് രോഹിത്തിന് ജാമ്യം കൊടുക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. മുത്തശ്ശിക്ക് രണ്ടും ചെറുമക്കളാണല്ലോ, എന്ത് പറയണം അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയില്ല. അതിൻ്റെ കൂടെ തന്നെ മനു പറഞ്ഞു, ഇതിനെല്ലാം കാരണം അലീനയാണ്. അതെ, അലീനയോ? അപ്പം മുത്തശ്ശി ചോദിക്കണം, അലീന എന്ത് ചെയ്തുകൂടാ? അപ്പം മനു
കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ ശരണ്യ എന്ന് പറയുന്ന കുട്ടിയുടെ വീട്ടിൽ പോയതും അന്ന് മണ്ണെണ്ണ ഒഴിച്ച സംഭവങ്ങളും ഒക്കെ മനു പറയണ്. അങ്ങനെ പോയത് കൊണ്ടാണ് ആ കുട്ടിക്ക് അത് തുറന്നു പറയാനുള്ള മനോധൈര്യം കിട്ടിയതും ഈ രോഹിത്ത് കുറ്റക്കാരനല്ല എന്നുള്ളത് നമ്മൾ അറിയാൻ കാരണമല്ല, അലീന ആ കുട്ടിയുടെ അടുത്ത് പോവുകയും അവളുമായിട്ടുള്ള സംസാരം കൊണ്ട് മാത്രമാണ് മുത്തശ്ശിന്ന്. അപ്പോൾ നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, ഓ എന്നാലും അലീനയുടെ കാര്യം സമ്മതിക്കണം അല്ലേ, എത്ര റിസ്ക് എടുത്താണ് അവൾ അവിടെ പോയത്. അപ്പോൾ മനു പറഞ്ഞു, ആ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അവൾ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും അവൾ ആ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി. ഇനിയിപ്പോൾ എന്താ പറയണേ, എന്തായാലും മുത്തശ്ശി ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആവട്ടെ എന്ന് പറയും. ഇതേ സമയം നമ്മുടെ കമലയും നമ്മുടെ ശിവശങ്കരനും എല്ലാവരും കൂടെ ഇരുന്നിങ്ങനെ ഹരിയുടെ കാര്യം പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുകയാണ്. അപ്പം മനുവും കുളിച്ച് ഫ്രഷായി വന്നിട്ട് ചായ കുടിക്കുന്നതിൻ്റെ ഇടയിൽ കമല പറയുന്നുണ്ട്, കണ്ടില്ലേ ആ അലീനയോട് പറഞ്ഞ് മനു നീ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഹരിയും നമ്മുടെ കൂടെ ഇവിടെ ഉണ്ടാവില്ലായിരുന്നോ എന്നൊക്കെ പറഞ്ഞ് കമല സങ്കടപ്പെടുകയാണ്. അതെങ്ങനെയാണ് അമ്മ എന്തറിഞ്ഞിട്ടാണ് അമ്മ പറയണതെന്ന് മനു പറയുകയാണ്. കാരണം ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും, അവൻ തെറ്റ് ചെയ്തൊക്കെ അല്ലേ അമ്മേ, പിന്നെ എങ്ങനെയാണ് അവനെ രക്ഷപ്പെടുത്തുക എന്നിങ്ങനെ മനു പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ നമ്മുടെ കമല പറഞ്ഞു, നിനക്കൊരു കൂടപ്പുറപ്പിൻ്റെ സ്നേഹം പോലും ഇല്ലടാ, നീ അതുണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ഹരിക്ക് വേണ്ടിയിട്ട് നീ എന്തെങ്കിലുമൊക്കെ ചെയ്തേനെ. അപ്പോൾ നമ്മുടെ ശിവശങ്കരൻ പറഞ്ഞു, അതിന് അവന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തില്ലെന്നാണ് കമലെ നീ പറയുന്നത്, നീ ഇവിടെ കണ്ടതല്ലേ എന്തുമാത്രം ഓടി, എത്ര പേർക്ക് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു, പക്ഷെ ആരും തന്നെ ഏൽക്കുന്നില്ല. കാരണം ആർക്കും ഇത് വിജയിക്കും എന്നുള്ളൊരു കോൺഫിഡൻറ്റ് ഇല്ല, അത് തന്നെ കാര്യം എന്നിങ്ങനെ ശിവശങ്കരനൊക്കെ പറയണം. അപ്പോൾ ഇതേ സമയം നമ്മുടെ വൈജയന്തി കമലയെ വിളിക്കാൻ വേണ്ടിയിട്ട് ഫോണൊക്കെ വിളിക്കുന്ന ഒരു സീനൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഏകദേശം ഒരു ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഒരു ഇൻട്രോ ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി വരാനിരിക്കുന്നത് നമ്മുടെ രോഹിത്തിനെ പിറ്റേ ദിവസം സബ് ജയിലിൽ നിന്ന് വീട്ടിലോട്ട് കൊണ്ടുവരികയും രോഹിത്തിന് ഒട്ടും തന്നെ പറ്റുന്നില്ല കേട്ടോ, ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ആ വ്യക്തി ശരിക്കും അങ്ങ് വല്ലാണ്ട് ഒറ്റപ്പെട്ടു പോയൊരവസ്ഥയാണ്. അവനെ ഒന്ന് രണ്ട് കാലിൽ ഉറച്ച് നിൽക്കാൻ പോലും പറ്റാത്തൊരു അത്രയ്ക്ക് ഒരു ടയേർഡായ ഒരവസ്ഥ, മനസ്സുകൊണ്ട് നിൽക്കെ തളർന്നു പോയൊരവസ്ഥയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നെ നാളത്തെ എപ്പിസോഡിൽ രോഹിത്തിന് അലീന ഫുഡ് കൊണ്ടൊന്ന് കൊടുക്കുകയും അതൊക്കെ തട്ടി മാറ്റി എറിയുകയും എന്നെ ആരും കാണണ്ട, എന്നെ ശല്യപ്പെടുത്തേണ്ട, വല്ലാത്തൊരു മെൻറ്റാലിറ്റിയിലാണ് രോഹിത്ത് വീട്ടിൽ വന്നു കഴിഞ്ഞാലൊക്കെ വരുന്ന സീൻ. അതൊക്കെ നമുക്ക് വരും നാളത്തെ തൊട്ടുള്ള എപ്പിസോഡുകളിലൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയാം. അപ്പോൾ ഗൈസ് എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കേൾക്കുക, അപ്പോൾ ലൈക്ക് അടിക്കുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും നല്ല അടിപൊളി ഒരു ഡേ വിഷ് ചെയ്തുകൊണ്ട് ഇന്നത്തെ പ്രൊമോ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ഗൈസ്. ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.